ഓ നമുക്ക് ഇതിനകത്ത് 3 റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 3ാമത്തെ റോപ്പാണിത്. ഇതിൽ നമ്മൾ ശരിക്കും പട്ടാളക്കാർ കയറി പോകുന്നത് പോലെ തന്നെ കയറി പോകണം. ഔഷധ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെറുതെ അല്ല, അഗസ്ത്യ മുനി ഇതിന് മുകളിൽ ധ്യാനനിരതനായിരുന്നും ഒക്കെ തൻ്റെ കർമ്മങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി, ഞങ്ങളിപ്പോൾ കയറി പോണ ഈ ഇടവഴി പോലെയുള്ള ഭാഗം മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെയുള്ള ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെയുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ തീർത്തും വ്യത്യസ്തമായ കയറ്റങ്ങളും കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ അഗസ്ത്യാർമലയിലേക്ക് രാവിലെ പോകുന്ന സമയത്ത് നമ്മളാരും കയറ്റി വിടത്തില്ല. രാവിലെ ഒരു 7 മണി കഴിയും. 6 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഗൈഡുമാർ പോകും. ഗൈഡുമാർ പോയിട്ട് പടക്കങ്ങളൊക്കെ ഇറങ്ങി അവിടെയുള്ള മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒക്കെ മാറ്റിയ ശേഷം അവിടെ നിന്ന് മേളിൽ നിന്ന് അവർ സിഗ്നൽ കൊടുക്കും. താഴത്തെ ലാൻഡിങ്ങിലേക്ക് സിഗ്നൽ കൊടുത്തിട്ട് മാത്രമാണ് അവിടെ മൃഗങ്ങളും ഒന്നുമില്ല, നമുക്ക് വന്നവർക്ക് പോകാനുള്ള സേഫ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അവർ നമ്മളെ കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 7:15 കൂടിയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ യാത്ര. 2 മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ചെയ്താലാണ് 2 മണിക്കൂർ അവിടെ എത്താൻ വേണ്ടത്. അപ്പോൾ വലിയൊരു ടാർഗറ്റാണ്. നോക്കാം എത്രയും പെട്ടെന്ന് എത്തണം എന്ന് വിചാരിക്കുന്നു. ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് എല്ലാവരും കാണണ്ടേ. അല്ല, ഇത് പിന്നെ വേറെ പ്രത്യേകത, ഇവിടുത്തെ മേഘങ്ങൾ കണ്ടോ, എല്ലാം എവിടെ നോക്കിയാലും മേഘങ്ങൾ ഒരു പ്രത്യേക, നീ നേരത്തെ പറഞ്ഞല്ലേ ചിത്രം വരച്ചതുപോലെ എന്നതിൽ അവിടെ നോക്കി, അവിടെ നിന്ന് ആ ഒരു മേഘങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ടോ. ഈ സ്ലോ മോഷനിൽ ചില സിനിമയിലൊക്കെ കാണാം എന്ന് പറയുന്ന പോലത്തെ. അതെ അതെ. അപ്പൊ നമ്മുടെ ഈ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ അഗസ്ത്യാർകൂടം ഈ ഒരു ഇതിൻ്റെ ഈ മലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ എന്താ ഫ്ലാറ്റായിട്ടുള്ള രീതിയിലാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെയാണ് നമുക്ക് ആ സൈഡിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരേണ്ടത്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തും. ഇന്നൊരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര കിലോമീറ്ററോളം നമ്മൾ അതിങ്ങനെ കറങ്ങി. എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? ബാക്കി 10 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 7 കിലോമീറ്ററോളൊക്കെയാണ് ഇനി അങ്ങോട്ട് ഈ ടോപ്പിൽ എത്താനായിട്ടുള്ളത്. നമ്മൾ ഈ വഴിയാണ് അത് കുളിക്കാനായിട്ട് പോയത്. കുളിക്കോട് പോലെ പോകണ്ടോ? ഈ വഴിയാണ് കുളിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അവിടെ ഒരു ചെറിയൊരു അരുവി പോലെ ഇതുണ്ട്, അവിടെയാണ് പോയത് കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നതൊക്കെ റിസ്ക്കാണ്. ഇപ്പോൾ സമയം നേരം വെളുത്തിട്ടൊരു 6:30 സമയമായിട്ടുള്ളൂ. അവിടെയൊക്കെ തിങ്ങി നിറഞ്ഞ ഇതാണ്. അവിടെയൊക്കെ ചിലപ്പോൾ കരടിയൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് റിസ്ക്കാണ്. അങ്ങനെ രാവിലെ 7 മണിക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്ററോളം ഞങ്ങൾ താണ്ടി കേട്ടോ. അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ആണ് ഇറങ്ങിയത്. പിന്നെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഷീറ്റൊക്കെ മേഞ്ഞ 2 വലിയ നിരയായിട്ടുള്ള 2 കെട്ടിടങ്ങളാണ്. അവിടെയാണെങ്കിൽ രാത്രി കിടന്നുറങ്ങലൊക്കെ തറയിൽ കിടന്ന് നമ്മൾ ഉറങ്ങി. കാടിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസത്തിൽ മറ്റൊരു കാട്ടരുവിയുടെ ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. അല്ല, പുട്ടല്ല, ഉപ്പുമാവും പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഉപ്പുമാവ് കഴിച്ചു. ഞങ്ങളുടെ കൂടെ വന്ന ടീംസിൽ എല്ലാവരും ഉണ്ട്. അവരിതേ ഫുഡ് പൊതിഞ്ഞു കൊണ്ടു ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. ഈ വൈബിലിരുന്ന് കഴിക്കുമ്പോൾ വിശപ്പും കഴിക്കുന്നതിന് ഇരട്ടി
പോഷണ ശരീരത്തിലേക്ക് കയറിക്കോളൂ അല്ലേ. കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടി നല്ല ഒരു എനർജിയാണ്. അയ്യോ വെള്ളം എന്തായാലും 20 രൂപയാണ് കൊടുത്ത അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരു വടി കയ്യിൽ എപ്പോഴും കരുതണം കേട്ടോ. കാരണം അത് നമുക്ക് ആരോഗ്യമുണ്ടോ പ്രായത്തിൻ്റെ ഒന്നുമല്ല, നമ്മളുടെ വെയിറ്റിനെ ബാലൻസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് വടി എപ്പോഴും കരുതിയേക്കുക. വടി ഒന്ന് കുത്തി പിടിക്കുമ്പോൾ നമുക്ക് അത്രയും ആയാസപ്പെടേണ്ടി വരില്ല കയറ്റം കയറാൻ. അത് പ്രായം കുറഞ്ഞവരായാലും കൂടിയവരായാലും വടി കരുതുന്നത് നന്നായിരിക്കും. ഇതൊക്കെ അതികഠിനമായ കയറ്റങ്ങളാണ് കേട്ടോ. അതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇരട്ടി ഉയരത്തിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു 7 മണിക്ക് ട്രെക്കിംഗ് ആരംഭിച്ചു. സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അതായപ്പോൾ ഞങ്ങൾ ഈ കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ഇങ്ങനെ തുടരുകയാണ്. ഇനി മുകളിലേക്ക് ഇതിനേക്കാൾ ഏറ്റവും സൂപ്പർ വ്യൂ ആയിട്ടുള്ള പോയിന്റുകൾ ടോപ്പിലേക്കാണ്. സോ ഇത് പെട്ടെന്ന് കയറി പോന്നു. കയറ്റ അടിപൊളി. ഭയങ്കരമായ കുത്തനെയുള്ള പാറകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തു കൂടിയാണ്. ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കയറ്റം കഴിഞ്ഞ് പിന്നെ കുറേ പരന്ന സ്ഥലം കഴിഞ്ഞ് പിന്നെ പാർക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലത്തേടെ അല്ലേ. ഇങ്ങനെ പലതരം വ്യത്യസ്തമായ സ്ഥലത്തുകൂടിയാണ് നമ്മുടെ യാത്ര. ചില സ്ഥലത്ത് കാടുകളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നീ ചെന്നിട്ട് എങ്ങനെയുണ്ട് അഗസ്ത്യാർകൂടം എന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും? അഗസ്ത്യാർകൂടത്തിന് മുഴുവൻ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷമാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇതുവരെ കാരണം ഇതുവരെയുള്ള യാത്രകൾ പറഞ്ഞു കേട്ടിടത്തോളം ഒന്നുമല്ല. ഇപ്പം പോകുന്ന യാത്രയിലാണ് എല്ലാം ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കാണാതെ നമ്മൾ പറയുന്നത് ശരിയാണോ? ഓക്കെ ഓക്കെ. എത്ര കിലോമീറ്റർ പോകുന്നതാണോ? 3 കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. 3 കിലോമീറ്റർ എത്തിക്കാണോ? ഏകദേശം പകുതിയോളം നമ്മൾ എടുക്കാറായി. അവിടെ ആ കാണുന്നതാണ് അഗസ്ത്യശൃംഗം. അവിടെയാണ് നമുക്ക് എത്തിച്ചേരാനുള്ളത്. നമ്മൾ 3 കിലോമീറ്റർ പിന്നിട്ട് പോകുന്ന കഴിയുമ്പോൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ഒരു സൈഡ് വ്യൂവിൻ്റെ ഭാഗത്തെത്തി കേട്ടോ. നമ്മൾ താഴെ ബേസ് ക്യാമ്പിൽ നിന്ന് കണ്ട ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഏകദേശം കുറച്ചും കൂടി അടുത്തുള്ള വ്യൂയിലേക്ക് നമ്മളെത്തി. ആ ടോപ്പിൽ കാണുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടം വരെ നമുക്ക് ആ മിനാരം പോലെ ഇരിക്കണേ, അവിടം വരെ നമുക്ക് നടന്ന് കയറണം. ഓ എങ്ങനെയുണ്ട് കയറ്റം? അടിപൊളി. തിരുവനന്തപുരം ആ തിരുവനന്തപുരം. എങ്ങനെയുണ്ട്? അടിപൊളി. കയറ്റം ഭയങ്കര പാടാണ്. നമ്മൾ കയറാൻ പോകുന്നത് കുറ്റിക്കാട്. നാടുകാണി എന്ന് പറഞ്ഞ ഭാഗത്തെത്തി. കുറ്റിക്കാട് എന്ന് പറയും, സ്ഥലത്തിൻ്റെ പേരും പറയും.
ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകൾ മൊത്തം അങ്ങോട്ട് കാണാം. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് പൊങ്കാലപ്പാറയ്ക്കല്ലേ. ഒന്ന് ഒഴിക്കും മരങ്ങളുടെ മുകളിലേക്കൊക്കെ ഒന്ന് കാണിക്കുന്ന. പിന്നെ ഈ ഇവിടുത്തെ മരങ്ങൾക്ക് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. എല്ലാം ഒരേ ഷേപ്പിൽ തന്നെയുള്ള പൊക്കം കുറഞ്ഞ നിറച്ച് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പൂക്കൾ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. കാരണം ഈ മഴയൊന്നും ഇല്ലാതിരുന്നുകൊണ്ടേ ഇപ്പോൾ 2 ദിവസം കാര്യം മഴയുണ്ടായി, എന്നാലും നേരത്തെ മഴയൊന്നും ഇല്ലാതിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂക്കൾ വാടിയൊക്കെ നിൽക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത ഇനത്തിലുള്ള ഒരുപാട് പൂക്കൾ ഇതിൻ്റെ മുകളിലുണ്ട്. കണ്ടു, ഇതൊക്കെ കരടി ഇറങ്ങി പോകുന്ന വഴിയാണ്. ആനയൊന്നും എന്തായാലും ഇത്രയും കുത്തനെയുള്ള ഭാഗത്തേക്ക് ഇറങ്ങില്ല. കരടി വഴി തെളിച്ചിട്ടേക്കണെയാണ്. കരടി അപ്പിയിട്ട് വെച്ചേക്കണ ഒരുപാടുണ്ട് കേട്ടോ ഈ വരുന്ന വഴിക്ക്. ഇപ്പോൾ കരടിയുടെ സമയമാണ്, കാരണം ഇപ്പോൾ തേൻ ഒരുപാടുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് കരടിയും ഒരുപാടുണ്ട്. ചിലപ്പോൾ ഈ ഇതിനിടയിലൊക്കെ ഉണ്ടാവും, കയറിയിരിപ്പുണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറിയേക്കേ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അതിരുമലയാണ്. അതിരുമല കഴിഞ്ഞ് പിന്നെ ഇനി പൊങ്കാലപ്പാറയുണ്ട്. പിന്നെയും 2 മലകളോളം കൂടി കഴിഞ്ഞാലാണ് അഗസ്ത്യമലയിലേക്ക് എത്തുക. പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തൂടെ. നമുക്കറിയാം മുട്ട് തട്ടിയേക്കാളും വളരെയധികം ടഫാണ് ഈ കയറ്റം. നമ്മൾ നാടുകാണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൊങ്കാലപ്പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. വഴിയിൽ നിറയെ കരടിയുടെ കാഷ്ടം കാണാം. ഈ ഇതേപോലെയുള്ള ഈറ്റകൾക്ക് ഉള്ളിലൊക്കെ കയറിയിരുന്ന കാണില്ല. അപ്പോൾ ഈ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ എന്നാണ് സാറ് പറഞ്ഞത്. ഇത് ശംഖ് ഈ കാണുന്നത് കാണിക്കില്ല. പക്ഷേ ഈ ശംഖ് കാണുന്നത് കേരളത്തിൻ്റെ, ഇപ്പുറത്ത് തമിഴ്നാടിൻ്റെ. അതായത് ഇപ്പോൾ സുജിത്ത് നിൽക്കുന്ന ഭാഗം തമിഴ്നാടും ഞാൻ നിൽക്കുന്ന ഭാഗം കേരളം. ഈ ആരോ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് കേരളം, ഇപ്പുറത്ത് കാണുന്ന അല്ല ശംഖ് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് കേരളം, ഇപ്പുറത്ത് തമിഴ്നാട്. അതെ. അല്ല അപ്പോൾ സാറൊക്കെ ഒരു ഒന്നരാടം കയറുന്നില്ലല്ലോ വഴി. അങ്ങനെ നമ്മൾ പൊങ്കാലപ്പാറയിലെത്തി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം സംഭരിക്കാം, കുളിക്കാം കേട്ടോ. ഇവിടെയൊക്കെ അതിലെല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. അടിപൊളിയാണ്. പാഴ്സൽ കൊണ്ടുവന്നാൽ അത് വെച്ച് കഴിക്കുകയും ചെയ്യാം. എടാ വാടാ. പൊങ്കാലപ്പാറ ഈ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിലെ കൂടി വേണം നമുക്ക് കയറി പോകാൻ. ആ കാണുന്നതാണ് അഗസ്ത്യ ശൃംഗം. ടോപ്പിലെ കാർമേഘങ്ങൾ പോലെ പോകുന്നത് കണ്ടോ? ആ കാണുന്നതാണ് അഗസ്ത്യ ശൃംഗം. അപ്പോൾ നമുക്ക് ഇതിലെയല്ല പോകേണ്ടത്. ഇതിലെ നടന്ന് ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെയാണ് കയറി പോകുന്നത്. ക്യാഷ് അതിശക്തമായിട്ട് നടക്കുകയാണ്. അഗസ്ത്യ ശൃംഗത്തിൽ എത്തിയടങ്ങും. ചെറിയ അരുവികളൊക്കെ ഉണ്ട്. നമുക്ക് കുടിക്കാനുള്ള വെള്ളം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നേക്കുന്ന ഫോറസ്റ്റ് പൊങ്കാലപ്പാറ സാറാണ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്.
പൊങ്കാലപ്പാറയിൽ നിന്ന് നമ്മൾ കയറണം, കയറ്റം കയറണം. അതെ, വടിയെടുക്കാതെ ആരും വരരുത്. വടി എന്തിനാണെന്ന് ഫോണിൽ വന്നാൽ പിന്നെ വടി ഇതുണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ വടിക്ക്. ഒന്ന് വെയിറ്റ് കുറവാണ്, ഉണക്കയാണ്, പക്ഷെ എന്നാൽ ഒടിയണ സാധനമില്ല. വെയിറ്റ്ലെസ് ആണ് സാധനം അല്ലേ? നമ്മൾ ആദ്യം കണ്ടത് ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും താഴെ നിന്നുള്ള മറ്റ് അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ആണ്. ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഏറ്റവും കയറ്റം കയറി ഏകദേശം 4 കിലോമീറ്റർ കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു സൈഡിലാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതി ആയിട്ടുള്ളൂ. ഇനി നമ്മളിത് ഇങ്ങനെ കറങ്ങി 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 അതുവഴി കയറി അതേ വഴി ഇങ്ങനെ അതിൻ്റെ ടോപ്പിലെത്താം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വെറുതെ അല്ല അഗസ്ത്യമുനി ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് ധ്യാന നിരതനായിരുന്നതും ഇത്ര അധികം നമുക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതിയതും എന്ന് ഇനി ടോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അന്നേരം സംസാരിക്കാം. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്നു പോകണം. അതൊരു 55 വയസ്സിനൊക്കെ മുമ്പ് വരികയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പിന്നെ കയറാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ സുജിതേ? ആ, അത് ഓരോരുത്തരും ആരോഗ്യം അനുസരിച്ചിരിക്കും കേട്ടോ. 60 വയസ്സിലും വരെ വേണമെങ്കിൽ ഒന്ന് കയറും. പക്ഷേ എല്ലാവരും ആരോഗ്യം ഒരേപോലെ അല്ലല്ലോ. അല്ല, പക്ഷെ 60 വയസ്സൊന്നും കഴിഞ്ഞല്ലോ, നിശ്ചിത പ്രായപരിധി ഉണ്ട്. യാത്രയിൽ കണ്ട കാഴ്ചകളൊന്നുമല്ല. അതെ അതെ. പിന്നെ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് വരുന്നവർ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ യാത്രയിൽ വരുന്നവർ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളായ എന്തെങ്കിലും രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായോ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ വരാൻ നോക്കരുത്. 2 ആഴ്ച മുമ്പ് ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചുള്ളൂ ഇവിടെ വെച്ച് ട്രക്കിങ്ങിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നുള്ളവർ എനിക്ക് പറ്റുമെന്ന് മുൻകരുതലോടുകൂടി വരാൻ ശ്രമിക്കാതിരിക്കുക. അസുഖങ്ങളില്ലാത്തവർ പോലും ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഒരു കിതപ്പൊക്കെ തോന്നുമ്പോൾ ഒന്ന് മാറ്റി ഇത് ട്രക്കിങ് ചെയ്യുക. അതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. ഒരു 5000 അടി ഉയരത്തിലായിരിക്കില്ലേ ഇതിവിടെ. ഈ നമ്മുടെ പൊങ്കാലപ്പാറയിൽ നമ്മുടെ ഇവിടുത്തെ ട്രൈബ് കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൊങ്കാലയൊക്കെ നടത്താറുണ്ട്, അവരുടെ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെറിയ നമ്മുടെ ഇവിടെയുള്ള എന്താണ് പറയുന്നത്, ഉരൽ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമുണ്ടോ അത്. അവർക്ക് മരുന്നും അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ ഇടിച്ച് പിഴിയാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പഴയ കാലത്തുള്ളതാണോ എന്നും പറയാൻ പറ്റില്ല. പാറയിൽ എന്തായാലും അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷേ വേറെ പ്രത്യേകത കൂടിയുണ്ട്. പാറകൾക്കെല്ലാം പ്രകൃതി തന്നെ ഒരു പ്രത്യേക രൂപഭാവങ്ങൾ നൽകിയിരിക്കുന്നത് നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. പ്രകൃതിയുടെ ആ ഒരു കരവിരുത് മനുഷ്യൻ നിർമ്മിച്ചതല്ലാത്തതും ഇവിടെ ധാരാളം കാണാൻ പറ്റും. അഗസ്ത്യാർകൂടത്തിൻ്റെ ഇവിടുത്തെ സൈഡിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. നമ്മുടെ കാണിക്ക വിഭാഗത്തിൽപ്പെട്ട അവരുടെ പ്രതിഷ്ഠയായിരിക്കാം. പൊങ്കാൽപ്പാറ പൊങ്കാല ഇടുന്ന സമയത്തൊക്കെ അവർ ആരാധന നടത്തുന്ന ഇടവുമായിരിക്കാം ഇത്. ഒരുപക്ഷെ അഗസ്ത്യമുനിക്കുമായും ഈ ആരാധനാലയവുമായി ബന്ധമുണ്ടാവാം കേട്ടോ.
എടുക്കുക അല്ലേ? ഭയങ്കര പഴുക്കാനുള്ളൊരു സ്ഥലമാണ്. മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. വളരെ സൂക്ഷിച്ചാണ് നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ ഓക്കെ പോട്ടെ. വടി പുറകെ കുത്തേ. ആ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു അല്ല എന്റെ കയ്യിൽ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വൈബാണ് കേട്ടോ. തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ഔഷധ സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെറുതെ അല്ല, അഗസ്ത്യ മുനി ഇതിന് മുകളിൽ ധ്യാനനിരതനായിരുന്നും ഒക്കെ തൻ്റെ കർമ്മങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി, ഞങ്ങളിപ്പോൾ കയറി പോണ ഈ ഇടവഴി പോലെയുള്ള ഭാഗം മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊരു 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട്, 1.5 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ഇവിടെയൊക്കെ നിറയെ സസ്യലതാദികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും. ഏകദേശം 2000-ഓളം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ അഗസ്ത്യ മലനിരകളിൽ. അതൊക്കെയാണ് തൻ്റെ സിദ്ധവൈദ്യത്തിന് വേണ്ടിയിട്ട് അഗസ്ത്യപ്പന് വിനിയോഗിച്ചതും പരീക്ഷണങ്ങളിലൂടെയും എല്ലാം. ഈ ജൈവ വൈവിധ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മളൊന്ന് കണ്ട് അനുഭവിച്ചറിയേണ്ടതാണ് കേട്ടോ. അത് അഗസ്ത്യമുനി ഏകദേശം 18ഓളം താളിയോല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് രസവാദം എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർണം നമുക്ക് കൃത്രിമമായിട്ടുണ്ടാകും. ഇന്ന് ചൈനയൊക്കെ സ്വർണം കൃത്രിമമായിട്ടുണ്ടാക്കുന്നതായിട്ട് നമ്മൾ ന്യൂസ് കണ്ടിട്ടുണ്ട് അല്ലേ.
സ്വർണം ഖനനം ചെയ്തെടുക്കാതെ കൃത്രിമമായിട്ട് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഗസ്ത്യമുനി ഇവിടുത്തെ സസ്യങ്ങളും മറ്റ് ജൈവധാതുക്കളും എല്ലാം ചേർത്ത് കൃത്രിമമായി സ്വർണം ഉണ്ടാക്കിയിരുന്നു എന്ന് പുരാണങ്ങൾ പറയപ്പെടുന്നു. അതിന് രസവാദം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതിന് തൊട്ടടുത്തുള്ളൊരു മല, എന്താണ് തെരവിയം മല, അത് വജ്രങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. വജ്രങ്ങൾ ഖനനം എടുത്തിട്ടുള്ള ഒരു സ്ഥലമായിട്ടും ഇന്നവിടെ ഗവൺമെൻറ് അങ്ങോട്ടേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പാടില്ലാത്ത രീതിയിൽ വിലക്കും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണ് അഗസ്ത്യാർകൂടവും അഗസ്ത്യമുനിയും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചെല്ലുമ്പോൾ പറയാം. ഇനി ഒരു കൈ കയറുകണം കൂടി കയറി കഴിഞ്ഞാൽ ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ സേഫ്റ്റി എന്ന് ഞാൻ പറയില്ല കേട്ടോ. കൈ വിട്ട് കഴിഞ്ഞാൽ താഴെ കിടക്കണം അല്ലേ? ഗ്രിപ്പില്ല. അതെ, നല്ല കാറ്റുണ്ട്. ഗ്രിപ്പുള്ള ചെരുപ്പ് വേണം. അതിനോടൊപ്പം തന്നെ കൈ വിട്ട് കഴിഞ്ഞാൽ താഴെ കിടക്കുകയും ചെയ്യും. ഇതിപ്പോൾ ലാസ്റ്റ് റോപ്പാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോപ്പ് കൂടെ ഉണ്ടോ? അപ്പം ഇനി ഒരു റോപ്പും കൂടി ഉണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കയറ്റവും കൂടെ കൂടിയുണ്ട് കേട്ടോ. അത് നമ്മൾ ആ കയറിയ 2 പ്രാവശ്യം കയറിയ റോപ്പ് കയറിയില്ലേ, അതിനേക്കാൾ ഡീപ്പാണ് അല്ലേ? Hi. I'm Shekhar from Hyderabad. Hyderabad, okay. Here is 60 years, very nice. Okay. Very nice and very adventurous. So and it's very spiritual also. Thank you very much. Okay, thank you. ആ ചേട്ടൻ ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ടിങ് സമയത്തും പരിചയപ്പെട്ടായിരുന്നു. പുള്ളി ആന്ധ്രാപ്രദേശുകാരനാണ്. പുള്ളി കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നതാണ് കാണുന്നത്.
ഇത് കയറ്റം തീർന്നില്ലടാ, വീണ്ടും വീണ്ടും. ഒരു ടൈറ്റ് റോപ്പും കൂടെ ഉണ്ട് ടോപ്പിൽ എത്തണമെങ്കിൽ. ആ ടൈറ്റ് റോപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും, സാവകാശം കയറാം. അതെ, ഒരു നിമിഷങ്ങൾ മാത്രം. അത് എത്ര ദൂരം കയറി നമ്മൾ 3 റോപ്പുകളാണ് മൊത്തം ഉള്ളത്. അതിനകത്ത് 3ാമത്തെ മെയിൻ റോപ്പിൻ്റെ അവിടെ വരെ എത്തി. അയ്യോ, നമുക്ക് ഇതിനകത്ത് 3 റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 3ാമത്തെ റോപ്പാണിത്. ഇതിൽ നമ്മൾ ശരിക്കും പട്ടാളക്കാർ കയറി പോകുന്നത് പോലെ തന്നെ കയറി പോകണം. അടിപൊളിയാ. ബേസ് ക്യാമ്പിൽ നിന്ന് അങ്ങനെ നടന്ന് 8 കിലോമീറ്ററോളം നടന്ന് ഞങ്ങളങ്ങനെ കുന്നുകളും മലകളും കല്ലുകളും ഒക്കെ താണ്ടി അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അഗസ്ത്യ മുനിയുടെ ഒരു ചെറിയ ആരാധനാലയം പോലെ ഒരു ഇതുണ്ട്. അവിടെ ട്രൈബുകൾക്ക് മാത്രമാണ് കയറി പ്രാർത്ഥന നടത്താനും ഒക്കെ അവകാശം കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരെ അവിടെ വേലി കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരും കടത്തി വിടുന്നില്ല. പിന്നെ ഇവിടെ മേളിൽ കയറി നിന്നാൽ മഞ്ഞില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആണ്. താഴേക്കുള്ള ബേസ് ക്യാമ്പ് മുതൽ മറ്റുള്ള പല മലകളും അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അഗസ്ത്യാർകൂടം ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് നല്ല പച്ചപ്പും ഇങ്ങനെ ഔഷധ സസ്യങ്ങളുടെ ഒരു തോട്ടം പോലെ ഇങ്ങനെയുള്ളൊരു ഭാഗം കാണാം. പിന്നെ ഇവിടെ നിന്നിപ്പോൾ താഴെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ ബേസ് ക്യാമ്പ് പോലെയുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. പിന്നെ ഒരുപാട് മലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നേരത്തെ പറഞ്ഞതുപോലെ തെരവിയം മൊട്ട എന്ന് പറയുന്ന ഡയമണ്ടിൻ്റെ സാന്നിധ്യം ഒക്കെയുള്ള ആ മലയും ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 6000 അടി ഉയരത്തിൽ നിൽക്കുന്ന അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്, ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. അത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.